യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, വലിയ സ്നേഹത്തോടെ വലിയ സന്തോഷത്തോടെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് വചനമയച്ചുകൊണ്ടാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എല്ലാം ചെയ്യുന്നത് വചനമയച്ചുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും എല്ലാം രൂപപ്പെടുത്തിയതും തൻ്റെ വചനത്താലാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ ദൈവിക ശക്തിയുടെ പ്രവർത്തനം നമ്മിലുണ്ടാവും. വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉറപ്പാണ്, ദൈവത്തിൻ്റെ വചനം അത് ഫലം പുറപ്പെടുവിക്കും. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിലേക്കൊന്ന് കരമുയർത്തി പിടിച്ചുകൊണ്ട് വചനം സ്വീകരിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സുകളെ തുറക്കണമേ, ചിന്താമണ്ഡലത്തെ വിശുദ്ധീകരിക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ വചനം കൊണ്ട് വരെ നിറയ്ക്കണമേ. വചനത്താൽ വലിയ ദൈവപ്രവൃത്തികൾ ഇന്ന് സംഭവിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിനെ അയക്കണമേ. ഓ സ്നേഹവാനായ പരിശുദ്ധാത്മാവേ, ദൈവാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയട്ടെ. ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ നിറയട്ടെ. ഉണർവിൻ്റെ അഭിഷേകം, വിശ്വാസത്തിൻ്റെ അഭിഷേകം, ദൈവശക്തിയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തെ ദൈവത്തിന് പ്രീതികരമായ സജീവമായ നിർമ്മലമായ ബലിവസ്തുവായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആ നിർമ്മലമായ ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ, നിർമ്മലമായ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുകയാണ്. ആ നിർമ്മലമായ ഒരു ശരീരം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കടമയാണ്. എല്ലാവിധ അശുദ്ധിയിൽ നിന്നും, പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും, മ്ലേച്ഛത നിറഞ്ഞ പ്രവൃത്തികളിൽ നിന്നും പൂർണ്ണമായിട്ടും ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ മേൽ വലിയ കരുണയോടുകൂടി ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകണമെങ്കിൽ, നിന്റെ ശരീരത്തിൻ്റെ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടണമെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ സ്വർഗത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകണമെങ്കിൽ, ഞെരുക്കങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, വേദനകളിൽ, തീരാരോഗങ്ങളിൽ, കടബാധ്യതകളിൽ സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് നീ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ശരീരത്തെ
വിശുദ്ധവും പ്രീതികരവുമായ ബലിയായി, നിർമ്മല ബലിയായി ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ ശരീരത്തെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട്, മനസ്സിനെ നിർമ്മലമായി സൂക്ഷിച്ചുകൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടുകൂടി ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, ജീവിക്കുന്ന ദൈവത്തെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആരാധിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ സാധിക്കണമെങ്കിൽ നിന്റെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണെന്നുള്ള വലിയ തിരിച്ചറിവ് നിനക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അപകടമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പരിശുദ്ധിക്ക് ഇന്നത്തെ സമൂഹത്തിൽ വലിയ വില കൽപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് യുവതീയുവാക്കന്മാർ തെറ്റായ ലൈംഗികതയിലുള്ള ജീവിതം, സ്വയംഭോഗം, സ്വർഗഭോഗം, ലൈംഗിക അശുദ്ധികള്, ബ്ലൂ ഫിലിം കാണുക, അങ്ങനെയൊക്കെ മ്ലേച്ഛത നിറഞ്ഞ കാര്യങ്ങൾ. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന മയക്കുമരുന്നുകളുടെ ഉപയോഗം. കഞ്ചാവ്, LSD, കറുപ്പ്, പിന്നെ വ്യത്യസ്തമായ പല മയക്കുമരുന്നുകൾ സമൂഹത്തിൽ അനേകർ ഉപയോഗിക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ ഒരു 2 മാസം മുൻപ് ഒരു പിതാവ് കണ്ണുനീരോടെ പറഞ്ഞൊരു വേദന ഞാൻ നിങ്ങളുടെ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ കൂട്ടുകെട്ടിലകപ്പെട്ടു. അങ്ങനെ കഞ്ചാവിൻ്റെ മയക്കുമരുന്ന് ലഹരിക്ക് അടിമയായിട്ട് മാറി. അവൻ വീട്ടിൽ വന്നാൽ ബഹളം വയ്ക്കുവാൻ തുടങ്ങി, വയലന്റ് ആകുവാൻ തുടങ്ങി, വീട്ടിലെ വസ്തുക്കൾ തല്ലിപ്പൊട്ടിക്കുക, വീട്ടിലിരിക്കുന്ന പണം എടുത്തുകൊണ്ട് പോകുക. ആർക്കും അവനെ തടയാൻ പറ്റാതായി. മാതാപിതാക്കന്മാരെ ഉപദ്രവിക്കും. മയക്കുമരുന്നിന് അടിമയായി തീർന്ന ഒരു ചെറുപ്പക്കാരൻ. ആ പിതാവ് പറയുന്നു, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാ, ക്ലാസ്സിലെ മിടുമിടുക്കനായിരുന്നു. പിന്നീട് ചികിത്സയൊക്കെ വേണ്ടി വന്നു. കൂട്ടുകാരുമായിട്ടൊക്കെ കറങ്ങി നടന്ന് ജീവിതം മുഴുവൻ അവൻ നശിപ്പിച്ചു. ചികിത്സ ചെയ്ത് മടങ്ങി വന്നതിന് ശേഷം കുറേ ദിവസങ്ങളൊക്കെ അവൻ വീട്ടിലടങ്ങിയിരുന്നു. മയക്കുമരുന്നിൻ്റെ പിടിയിലകപ്പെട്ട അവൻ്റെ ശരീരം, അവൻ്റെ മനസ്സ്, അവൻ്റെ ചിന്ത വീണ്ടും അവനെ കൂട്ടുകാരുടെ അടുക്കിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ ഇന്നും മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ. 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള വിദ്യാഭ്യാസം നിന്നുപോയി. സമ്പന്നമായ കുടുംബത്തിലെ ഒരേ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയാവും, പൂർണ്ണമായി തകരുകയാവും. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം. എത്രയോ സ്കൂളുകളുടെ സമീപത്ത് തന്നെ കടകളിൽ മയക്കുമരുന്ന് വിൽക്കുന്നു. മയക്കുമരുന്ന് വിൽക്കുന്ന ലോബികൾ പ്രവർത്തിക്കുന്നു. സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാനായി, തെറ്റിൻ്റെ പാതയിലേക്ക് നയിക്കുവാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഹൃദയത്തിൽ നന്മയില്ലാത്തവർ, ദൈവചിന്തയില്ലാത്തവർ, വളർന്നു വരുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ, രാജ്യത്തിൻ്റെ അഭിമാനമായിട്ട് മാറേണ്ടവർ, നാളെയുടെ വീരപുത്രന്മാരായിട്ട് മാറേണ്ടവർ ഇന്നിതാ വലിയ നാശത്തിലേക്ക് കടന്നു പോകുന്നു. ഇത് ആൺകുട്ടികൾ മാത്രമല്ല, അനേകം പെൺകുട്ടികളും മയക്കുമരുന്നിനും
മദ്യത്തിനും ലൈംഗികതയിലുള്ള പാപങ്ങൾക്കും അടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോഴാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒത്തിരിയേറെ എല്ലാവരും അറിഞ്ഞു തുടങ്ങുന്നത്. ബാംഗ്ലൂരിലും ബോംബെയിലും ഡൽഹിയിലുമൊക്കെ ധാരാളം സംഭവങ്ങൾ നമ്മൾ കാണുന്നു, പത്രങ്ങൾ വായിക്കുന്നു. മയക്കുമരുന്ന് വിൽക്കുന്നവർ പിടിക്കപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ഥിതി വളരെ ദയനീയമാണ്. യുവതിവാക്കന്മാര് ലഹരിക്ക് അടിമയാണ്. മയക്കുമരുന്നിന് അടിമകളായിട്ട് ജീവിതം മുഴുവൻ നശിപ്പിക്കുക. വിവാഹം കഴിക്കുന്നില്ല, കുടുംബജീവിതമില്ല, മക്കളില്ല. അങ്ങനെ യൂറോപ്യൻ ജനതയിൽ വലിയൊരു ശതമാനം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നുവെന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. യുവതിവാക്കന്മാരെ, നിങ്ങൾ ഉണരണം. ലഹരിയുടെ പിടിയിൽ നിന്ന്, ലഹരിയുടെ അടിമത്വത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 51-ാം അധ്യായം, വലയിൽ കുടുങ്ങിയ മാനിനെ പോലെ നിന്റെ പുത്രർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്നു. എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുന്നു. വലയിൽ കുടുങ്ങിയ മാനിനെ പോലെ നിന്റെ പുത്രർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്നു. വലയിൽ കുടുങ്ങിയ മാൻ നമ്മുടെ നാട്ടിൽ വളരെ സുപരിചിതമാണ്. കൃഷിയുള്ളവര്, കപ്പ കൃഷിയൊക്കെ ഉള്ളവര് എലിയെ പിടിക്കാനായിട്ട് എലിപ്പെട്ട് വയ്ക്കും. കടകളിലൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളിൽ എലിശല്യമുണ്ടെങ്കിൽ ബിസിനസ്സുകാര് എലിപ്പെട്ട് വയ്ക്കും. എലിക്ക് പറ്റിയ ഭക്ഷണം അല്ലെ വിഷമൊക്കെ പുരട്ടി വെച്ചിട്ട് എലി അതിനകത്ത് കയറി പെട്ടുകിടന്ന് രക്ഷപ്പെടാൻ വിരളി പൂണ്ട് പാഞ്ഞു കിടക്ക് നമ്മൾ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. വലയിലൊരു പക്ഷി കുടുങ്ങിക്കിടക്കുന്നത് പോലെ മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന യുവാക്കന്മാരും യുവതികളും നമ്മുടെ കുടുംബങ്ങളിൽ ഇന്നുണ്ട്. എത്രയോ ക്രൈസ്തവ കുടുംബങ്ങളിലെ മാതാപിതാക്കന്മാര് കണ്ണുനീരിലാണ്, ദുഃഖത്തിലാണ്. തകർന്നുപോയ കുടുംബങ്ങൾ. മറ്റൊരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത മാതാപിതാക്കളാ. അവര് അവരുടെ മകനെയുമായിട്ട് ധ്യാനത്തിൽ വന്നു. കോട്ടയത്ത് കളത്തിപ്പടി ക്രിസ്ത്യനിലാണ് ധ്യാനിക്കുന്നത്. മകനെ പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുവന്ന അപ്പനും അമ്മയും, ചങ്ക് പിളർന്ന് കരയുന്ന മാതാപിതാക്കന്മാർ. ബാംഗ്ലൂര് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് വിട്ടതാ. കൂട്ടുകാരുകൂടി ലഹരിക്ക് അടിമയായി, മയക്കുമരുന്നിന് അടിമയായി തീർന്നു. കോളേജിൽ പോകാറില്ല. കൂട്ടുകാരുകൂടി ഇങ്ങനെ മയക്കുമരുന്നിന്റെ അടിമത്വത്തില്, അതുപോലെ തന്നെ തെറ്റായ പ്രണയബന്ധങ്ങള്, സ്ത്രീബന്ധങ്ങളിലൊക്കെ ഇങ്ങനെ അകപ്പെട്ട് ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തി, വിദ്യാഭ്യാസവും നഷ്ടപ്പെടുത്തി. ഇന്ന് ആ മകന് ചികിത്സയില്ല. മയക്കുമരുന്നിന്റെ അടിമത്വത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനോ ട്രീറ്റ്മെന്റില്ല. അവനെ ഒന്നിനും കൊള്ളത്തില്ല ആ അവസ്ഥയിലായിരിക്കുക. സ്വന്തമായിട്ട് ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്ത വണ്ണം ഇതാ ആ ചെറുപ്പക്കാരൻ തകർന്നു പോയിരിക്കുന്നു. മാൻ വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ നിന്റെ പുത്ര ഇതാ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്നു. മയക്കുമരുന്നടിച്ച് വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്ന നമ്മുടെ യുവാക്കന്മാർ, നമ്മുടെ യുവതികൾ. എത്രയോ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത നാളില് ഒരമ്മ എന്നെ ടെലിഫോണിൽ വിളിച്ചു ബന്ധപ്പെട്ട് പ്രാർത്ഥന ചോദിച്ചതാ. മകളെ കോളേജിൽ പഠിപ്പിക്കുവാനായിട്ട് ചേർത്തു. ഈ കോവിഡിന് മുൻപാണ്.
കോളേജ് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവൾ തിരിച്ചറിയുന്നത് അവിടെ സീനിയർ വിദ്യാർത്ഥികള് മയക്കുമരുന്നിന്റെ അടിമകളാ. ഹോസ്റ്റലുകളിൽ കൃത്യമായിട്ട് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. ആദ്യ വർഷം പഠനത്തിന് എത്തിച്ചേർന്ന അവളെ അവർ ഒത്തിരിയേറെ നിർബന്ധിക്കുക മയക്കുമരുന്നിലേക്ക്. ചില മയക്കുമരുന്നൊക്കെ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മതി, ജീവിതകാലം മുഴുവൻ അതിൻ്റെ അടിമത്വത്തിലാവുകയാണ്, ജീവിതം മുഴുവൻ നഷ്ടമായി തീരുകയാണ്. യുവാക്കന്മാരെ, യുവതികളെ, നിങ്ങൾ തിരിച്ചറിയണം ഈ സത്യം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം നിങ്ങൾ തകർക്കരുത്. നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ ഇല്ലാതാക്കരുത്. നിങ്ങളെ നശിപ്പിക്കുവാനായിട്ട് ചതിക്കുഴികൾ ഒരുക്കി വെച്ചിരിക്കുന്നവർ ചുറ്റിലുമുണ്ട്. ഇത് തിരിച്ചറിയണം. അവിടെ മേൽ കർത്താവിന്റെ ക്രോധവും ദൈവത്തിന്റെ ഭത്സനവും കുന്നുകൂടിയിരിക്കുന്നു. അതിപീഡനം സഹിക്കുന്നവളെ, വീഞ്ഞു കുടിക്കാതെ ബോധമറ്റവളെ, വീഞ്ഞു കുടിക്കാതെ ബോധമറ്റവൾ. വീഞ്ഞു കുടിച്ചിട്ടല്ല അവൾ ബോധമറ്റിരിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാ അവൾ ബോധമറ്റിരിക്കുന്നത്. സുബോധമില്ല. നമ്മുടെ സമൂഹത്തെ ഏറ്റവും അധികം ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു തിന്മയാണിത്, മയക്കുമരുന്ന്. അത് ഹൈസ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഇതായി കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമത്തത്തിലാണ്, കഞ്ചാവിൻ്റെയൊക്കെ ലഹരിയിലേക്ക് മാറുകയാണ്. എനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഈ മേഖലയിൽ പങ്കുവയ്ക്കാനുണ്ട്. പലരും ഇങ്ങനെ വന്നതിനോട് ഷെയർ ചെയ്ത അനുഭവങ്ങൾ. വചനം വീണ്ടും തുടരുന്നു. വീഞ്ഞു കുടിക്കാതെ ബോധമറ്റവളെ കേൾക്കുക, നിന്റെ ജനത്തിനു വേണ്ടി വാദിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു. മാതാപിതാക്കന്മാർക്ക് പരിഭ്രാന്തിയ. കോളേജില് സ്കൂളിൽ പഠിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങള് അവരെങ്ങനെയായി തീരും, അവിടെ കൂട്ടുകാരാരാണ്, അവിടെ അവസ്ഥ എന്താണ്, ഇതൊക്കെ ഓർത്ത് മാതാപിതാക്കന്മാരിന്ന് പരിഭ്രാന്തിയില്ല. അമ്മമാർക്ക് സമാധാനമില്ല, ഹൃദയത്തിൽ സ്വസ്ഥതയില്ല. ഇതൊരു സത്യമല്ലേ? ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? തകർന്നു വീണ അനേകം കുടുംബങ്ങളുടെ കണ്ണുനീര്. ഇത് നമ്മൾ കാണണം, ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ യുവാക്കന്മാരെ ബോധവൽക്കരിക്കണം. ഈ മഹാവിപത്തിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കണം. ഹൈസ്കൂൾ കാലത്തിലേക്കൊക്കെ കടക്കുമ്പോൾ തന്നെ അവരിത് പറഞ്ഞു മനസ്സിലാക്കണം, ഇതിൻ്റെ ഭയാനകത. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകത്തില് 20-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം, അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം, അവനത് നാവിൻ്റെ അടിയിൽ ഒളിച്ചു വെച്ചേക്കാം. നാവിൻ്റെ അടിയിൽ ഒളിച്ചു വെച്ച് സൂക്ഷിക്കുന്ന ലഹരി മരുന്നുകൾ, ചില പാക്കറ്റിലുള്ള ചില സാധനങ്ങൾ, ലഹരി വസ്തുക്കൾ, അത് വാങ്ങിയിട്ട് അത് നാവിൻ്റെ അടിയിലും ചുണ്ടിനടിയിലൊക്കെ വെച്ചുകൊണ്ട് പലരും നടക്കുന്ന കാണാം. വചനം പറയുന്നു, അവനത് നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം, രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. അത് നാവിൻ്റെ അടിയിലും ചുണ്ടിൻ്റെ ഇടകൾക്കിടയിലുമൊക്കെ വെക്കുന്ന ലഹരി വസ്തുക്കള്, ഇത് സർപ്പവിഷമായിട്ട് നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുക. നിനക്ക് ശരിയായിട്ട് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല, ശരിയായിട്ട് തീരുമാനങ്ങൾ എത്താൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. എല്ലാ മേഖലകളിലും ഒരു വിഭ്രാന്തി നിന്നെ പിടികൂടുകയാണ്. ലഹരി നിന്റെ നാഡീവ്യൂഹത്തെ, നിന്റെ തലച്ചോറിനെയൊക്കെ തകിടം മറിക്കുകയാ. ഹേ യുവാവേ, നീ ഇത് തിരിച്ചറിയണം. ഓരോ യുവാവും യുവതിയും ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് മയക്കുമരുന്ന് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. നമുക്ക് ലഹരി വസ്തുക്കൾ വേണ്ട, മദ്യം വേണ്ട,
കഞ്ചാവ് വേണ്ട, മറ്റ് ഒരു ലഹരി വസ്തു ഉപയോഗിക്കത്തില്ലെന്ന് യുവതീവാക്കന്മാര് തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്തില്ലെങ്കിൽ, അങ്ങനെ ശക്തമായ തീരുമാനമെടുത്ത് മുൻപോട്ട് പോയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ നാശത്തിന് കാരണമായിട്ട് മാറുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 5-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം തിരുവചനങ്ങൾ, അവിടെ മദ്യത്തെക്കുറിച്ച് ശക്തമായിട്ട് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുകയാണ്. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്ന ഒരു ദുരിതം. ഇന്ന് ഈ നാളുകള് നന്മയെ തിന്മയാക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ പരിപാടി ഇതാ, നന്മയെ തിന്മയാക്കുകയാണ്, സത്യങ്ങളെ അസത്യങ്ങളാക്കി മാറ്റുകയാണ്. സത്യം സംസാരിക്കുന്നവിടെ വാ മൂടിക്കെട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അസത്യം പെരുകുന്നു, തിന്മ വർദ്ധിക്കുന്നു, അധാർമികത പെരുകിക്കൊണ്ടിരിക്കുന്നു. നന്മയെ തിന്മയെന്ന് വിളിക്കുന്നവന് കഷ്ടം. തിന്മ എന്നും തിന്മ തന്നെ ആയിരിക്കും. പ്രകാശത്തെ അന്ധകാരമെന്ന് വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്ന് വിളിക്കുന്നവന് ദുരിതം. അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുക, പ്രകാശത്തിലേക്ക് മടങ്ങി വരിക, പ്രകാശത്തിലേക്ക് തിരിച്ചു വരിക. അല്ലെങ്കിൽ നിനക്ക് ദുരിതം, നിനക്ക് നാശം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായി കരുതുന്നവര് ദുരിതം. തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവര് ദുരിതം. ഞാനാണ് മിടുക്കൻ, ഞാനാണ് ജ്ഞാനി, ഞാനാണ് ബുദ്ധിമാൻ, എന്നെ കഴിഞ്ഞ ആരുമില്ല, ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാർ, വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാർ ആയവർക്ക് ദുരിതം. മദ്യം കഴിക്കുന്നവർക്ക് ദുരിതം. മദ്യത്തിന്റെ ലഹരിയിൽ അടിമപ്പെട്ടിരിക്കുന്നവർക്ക് ദുരിതം. മദ്യത്തിന്റെ ലഹരിയിൽ അടിമകളായിട്ട് ജീവിതം നശിപ്പിക്കരുത്. എത്രയോ കുടുംബനാഥന്മാര് മദ്യലഹരി കൊണ്ട് കുടുംബത്തെ തകർത്ത് കളയുന്നു. നിരന്തരമായ പിതാവിന്റെ മദ്യപാനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന മക്കൾ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സത്യങ്ങളാണ്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കരുത്. വെളിച്ചത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ യുവതലമുറ നാശത്തിലേക്ക് പോകരുത്. അവരെ നമുക്ക് രക്ഷിക്കണം. അതിനുവേണ്ടി ശക്തമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ട്. അലസരായ സ്ത്രീകളെ എഴുന്നേറ്റന്റെ സ്വരം ശ്രമിക്കുക. അലസരായ സ്ത്രീകളെ എഴുന്നേൽക്കുക. ദൈവത്തിന്റെ സ്വരത്തിന് കാതോർക്കുക. അലസത മാറ്റുക, ഉണർന്നെഴുന്നേൽക്കുക. അലസരായ സ്ത്രീകളെ ഉണർന്നെഴുന്നേൽക്കുക. ടെലിവിഷന്റെ മുന്നിലും സീരിയലിന്റെ മുന്നിലും ഒക്കെ ജീവിക്കുന്ന സ്ത്രീകളെ ഉണർന്നെഴുന്നേൽക്കുക. പ്രാർത്ഥനയില്ലാത്ത സ്ത്രീകളെ ഉണരുക. മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അലംഭാവം നിറഞ്ഞ പുത്രിമാരെ, എന്റെ വാക്കിന് ചെവി തരിക. അലംഭാവം നിറഞ്ഞ പുത്രിമാർ, അലംഭാവ പുത്രിമാർക്ക് ദൈവത്തിന്റെ സ്വരത്തിന് നിങ്ങൾ കാതുകൊടുക്കണം. ദൈവത്തിന്റെ സ്വരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അലംഭാവം നിറഞ്ഞ പുത്രിമാരെ, ദൈവത്തിന്റെ വചനത്തിന് കാതുകൊടുക്കുക. 1 വർഷത്തിലേറെയാകുന്നതിന് മുമ്പ് നിങ്ങൾ വിറകൊള്ളും. എന്തെന്നാൽ മുന്തിരി വിളവ് നശിക്കും, വിളവെടുപ്പുണ്ടാകില്ല. അലസരായ സ്ത്രീകളെ വിറകൊള്ളുവിൻ. അലസരായ സ്ത്രീകള്, പെൺകുട്ടികള്, യുവതികളൊക്കെ വിറകൊള്ളാനാ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനത്തിന് കാതുകൊടുക്കുക. വചനത്തിലേക്ക് മടങ്ങി വരിക. പാപവും ജഡത്തിന്റെ സുഖങ്ങളും ലഹരിയുടെ സുഖങ്ങള് ഉപേക്ഷിക്കുക. കർത്താവിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരിക. നിന്റെ ശരീരത്തെ പരിശുദ്ധമായി
നിർമ്മലമായി സൂക്ഷിക്കുക. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാ. 1 കൊരിന്തോസ് 3:16-17 പറയുന്നു, നിന്റെ ശരീരത്തെ മയക്കുമരുന്നിലൂടെ, മദ്യത്തിലൂടെ, വ്യഭിചാരത്തിലൂടെ, സ്വയംഭോഗത്തിലൂടെ, മ്ലേച്ഛതയിലൂടെ നശിപ്പിക്കാനുള്ളതല്ല. നിന്റെ ശരീരം അത് ദൈവത്തിന്റെ ആലയമാണ്. ഓരോ യുവാവും യുവതിയും അലസരായ സ്ത്രീകളും ഉത്തരവാദിത്വമില്ലാത്ത കുടുംബനാഥന്മാരുമൊക്കെ ഇത് മനസ്സിലാക്കിക്കൊള്ളുക. വചനം ഓർപ്പിക്കുന്നു, അലംഭാവം നിറഞ്ഞ സ്ത്രീകളെ നടുകുവിൻ, വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് അരയിൽ ചാക്കൊടുക്കുവിൻ. അരയിൽ ചാക്കൊടുക്കാനാ പറയുന്നത്. അലസരായ സ്ത്രീകളെ വസ്ത്രമുരിഞ്ഞു കളഞ്ഞ് ചാക്കൊടുത്ത് ചാരം പൂശി മക്കളുടെ ഭാവിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലവിളിക്ക്. നിസ്സാരമായിട്ട് ഇത് കരുതരുത് മാതാപിതാക്കന്മാർ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരുമായിട്ടാണ് കൂട്ടുകെട്ടുള്ളത്? അവരുടെ കൂട്ടുകാരാണ്? അവരെ ഫോൺ വിളിക്കുന്നത് ആരാണ്? അവരുടെ മുറികളിൽ എന്താണ് നടക്കുന്നത്? അവരുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്? അവർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ? അവർ വീട്ടിൽ അനുസരണം കാണിക്കുന്നില്ലേ? വയലന്റ് ആകുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. എത്രയോ കുഞ്ഞുങ്ങളാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു, പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ഈയിടെ ഒരു പിതാവ് പറഞ്ഞതാ, മകന് 2 ലക്ഷം രൂപയുടെ വിലയുള്ള ബൈക്ക് വേണം, ബൈക്ക് മരുന്നിന് അടിമയാ, അതിക്കുറഞ്ഞ മകൻ സമ്മതിക്കത്തില്ല. അവസാനം ആ പിതാവിന് മേടിച്ചു കൊടുക്കേണ്ടി വന്നു. ആ പിതാവിനിട്ട് ഒരേ മകൻ തല്ലും. അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ നാട്ടിലെ മാത്രം അവസ്ഥ, ലോകം മുഴുവൻ ഇതാണ്. ലോകത്തിൻ്റെ മൊത്തം സ്ഥിതി ഇതാ. മയക്കുമരുന്നിൻ്റെ അതിവ്യാപനം കൊണ്ട് ലോകം ഇന്ന് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ കരങ്ങളിൽ, പരിശുദ്ധ അമ്മയുടെ വിമൃഹൃദയത്തിലേക്ക് നമ്മുടെ യുവതിയുവാക്കന്മാരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സഹായം തേടാം. സ്വർഗം നമ്മളെ സഹായിക്കാനുണ്ട്. കർത്താവ് നമ്മുടെ യുവതിയുവാക്കന്മാരെ വിശ്വാസത്തിൽ നയിക്കട്ടെ. അവർ പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ യുവതിയുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, മറ്റ് പാപ ആസക്തിയുടെ അടിമത്തത്തിൽ നിന്ന് യുവതിയുവാക്കന്മാർ മോചനം പ്രാപിക്കട്ടെ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവിൻ്റെ ആത്മാവിനെ അയക്കണമേ. മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന യുവതിയുവാക്കന്മാർ മോചനം പ്രാപിക്കട്ടെ. ആശുപത്രിയിൽ ഈ അവസ്ഥയിൽ ചികിത്സയിലായിരിക്കുന്ന യുവതിയുവാക്കന്മാരുടെ ആത്മാവിനെ അയക്കണമേ. അവർക്ക് മോചനം കൊടുക്കണമേ. മയക്കുമരുന്നിൻ്റെ ലഹരിയിലായിരിക്കുന്ന എല്ലാവർക്കും വിടുതൽ ഉണ്ടാവട്ടെ. യേശുനാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, വന്നു വസിക്കണമേ. ഞങ്ങളുടെ യുവതിയുവാക്കന്മാർക്ക് ജ്ഞാനം നൽകണമേ, സുബോധം നൽകണമേ. ആത്മാവേ, അവരെ ശക്തരാക്കി മാറ്റണമേ. വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.